ഹലോ ഗായ്സ്, വെൽക്കം മൈ ചാനൽ. ഞാൻ ദാ വീണ്ടും പുതിയൊരു ഗെയിമുമായി വന്നിരിക്കുന്നു. ഞാൻ ഇന്ന് കളിക്കാൻ വന്ന ഗെയിമിൻ്റെ പേരാണ് ഡ്യൂഡ് ഡെസ്റ്റ് വാർ. ഗൈസ്, ഇതൊരു ഫണ്ണി ഗെയിമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കളിച്ചിട്ട് ലെവലൊക്കെ ആയിട്ടുണ്ട്. എങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഇതാണ് കേസ് നമ്മുടെ ഇൻട്രോ. നമ്മുടെ ആളുകൾ എണീക്കുന്നു. എൻ്റെ ഇപ്പം സൈഡിലായിട്ടൊരു ഇത് കാണിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഇപ്പം 522 രൂപയുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഗെയിം തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 300 രൂപയുള്ളായിരിക്കത്തുള്ളൂ. നിങ്ങൾ ആ 300 രൂപ ഓരോ ആൾക്കാരെ ഇടിച്ചും മറിച്ചും എല്ലാം ചെയ്ത് അത് കൂട്ടി ഈ മാപ്പ് എടുക്കുമ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോ വർക്ക്ഷോപ്പുകളുണ്ട്. അവിടെയായിട്ട് ചെന്ന് ഓരോ ഗണ്ണ് ഓരോ കാര്യങ്ങൾ മേടിക്കണം. എൻ്റെ കയ്യിലിപ്പോൾ 2 ഗണ്ണുണ്ട്. ഒന്ന് ഇത്, 2 ഇത്, വേറെ വല്ലതും ഉണ്ട്. പിന്നെ പൈസ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇങ്ങനെയുണ്ട് ഗൈസ്. എന്താ നമ്മളിച്ചിരി കാശുകാരന്. ഓക്കെ, നമ്മുടെ പഴയ കൈ എടുക്കാം. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നിങ്ങൾ ഫസ്റ്റ് സ്പോണാവുന്ന വീട്. ഇവിടെ ഗെയിം സേവ് ചെയ്യാൻ പറ്റും, TV വാച്ച് ചെയ്യാനൊക്കെ പറ്റും, റിമോട്ട് എടുക്കാൻ പറ്റും, ചാനൽ മാറ്റാൻ പറ്റും, വോളിയൊന്നും കൂടാൻ പറ്റത്തില്ല, TV ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. എന്തായാലും ഗെയിം സേവ് ചെയ്തിട്ടേക്കാം. ഇതിനകത്ത് കസാരയൊക്കെ തൂക്കി എറിയാം. ഇത് നമ്മുടെ വെളിയിലത്തെ ഇത് നമ്മുടെ ബെഡ്റൂം. ഇവിടെ ഇതെന്ത് ഓപ്പൺ ഡോർ. ഇത് നമ്മുടെ പ്ലേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇത് ടാപ്പിൽ സ്ലീപ്പ്. ഞാൻ ഉറങ്ങുന്നില്ല. രാത്രിയൊക്കെ ഇതിനകത്ത് പെട്ടെന്നാക്കാൻ പറ്റും. ഗൈസ്, ഇത് സ്വിമ്മിംഗ് പൂള്. നമ്മളൊന്നും പറഞ്ഞിരുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രണ്ടി ഒരു കാറ് കാണും. ഇതും കാണും, ഇതും കാണും. ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി കാണാതിരിക്കത്തില്ല. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വണ്ടി അത് ഏതെങ്കിലും ഉണ്ട്. കൊള്ളാം. ഹെലികോപ്റ്റർ. സൂക്ഷിച്ചോ. എവിടെ ലെവലും പോലും ഇല്ലാതെ പോകുന്ന നല്ല കുടിച്ചാണൊക്കെ പോകുന്നത് നമ്മള്. ഇവിടെ ഒരു സ്കേറ്റിംഗ് ബോർഡൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു കാര്യം കാണിച്ചേർത്ത ഗൈസ്. എങ്ങനെയുണ്ട് സ്ലോ? ഇതൊക്കെ അത്രേ ഉള്ളു ഗൈസ്. ഇന്ന് ഞാൻ ഈ ഗെയിം പ്ലേയും കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീഡിയോ എടുത്തില്ലായിരിക്കും. കാരണം എന്താ, നിങ്ങൾക്ക് അറിയായിരിക്കും, എക്സാം. എന്തെങ്കിലും ആട്ടെ ഗൈസ്. ഇവിടെ ഒരു ബൈക്ക് കിടക്കുന്നു. എനിക്ക് ബൈക്ക് വേണം. കിണ്ണം ബൈക്ക്. നമ്മളതിനകത്ത് എങ്ങനെ ഇരിക്കുന്നത്? എന്തോ ഗൈസ് ഇത് ഫ്രണ്ട് ഭാഗം. ഇവിടെ എന്തൊരു ബൈക്ക് ഇത്? എന്തെങ്കിലും ആവട്ടെ. ബൂസ്റ്റ്. ഇതിനകത്ത് ബൂസ്റ്റ് ഉണ്ടല്ലേ. പ്രത്യേകിച്ച് ബൂസ്റ്റോ. ഇവിടെ പോലീസ് സ്റ്റേഷൻ. ഗൈസ്, ഞാൻ നിങ്ങളുടെ പിന്നൊരു കാര്യം. നമുക്ക് ഇതിനകത്ത് ഒരു ചാലഞ്ച് ഉണ്ട്. നമ്മളീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം. ചാലഞ്ച് വന്ന് ഗൈസ്. ഹേ ജാക്ക്, വേർ ഹാവ് യു ബീൻ എന്തൊക്കെ പറയുന്നു.
ഇംഗ്ലീഷ് ഒന്നും നമുക്ക് പറ്റത്തില്ല ഗൈസ്. അവർ പറയട്ടെ. അപ്പോൾ നമ്മൾ ബാങ്ക് കൊള്ളടിയിട്ട് വരെയായിരുന്നു. ഇതിനകത്ത് ഏതാ ഗൈസ് നമ്മൾ? നമ്മൾ ഇതിൻ്റെ ടയറൊക്കെ ഊരിക്കൊണ്ട് പോകുന്നത്. ഗീസ് എനിക്കൊന്ന് നമ്മളെ ഇതാണെന്ന് നമ്മളാ ഗീസ് ഇത് ഇതാരാ എന്താ പയ്യെ പോന്ന് നമ്മളെന്നിട്ട് അവനെ പിടിച്ച് ഒറ്റ എറിഞ്ഞ് കോള ഇറക്കാമെന്ന് പറയാൻ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടും പൊക്കി പോയി. പോലീസുകാർ പറന്നു വന്നു. അതെന്തുവാ ഒരുത്തം തെന്നിയൊക്കെ വരുന്നു. ഇതാരാ സൂപ്പർമാൻ എന്തെങ്കിലും ആവട്ടെ. നമ്മളെന്നാണ് ചാടി കയറുന്ന മറ്റേന്തോ അവിടെ വീണ് സ്ലോ മോഷൻ. ഭയങ്കര നമ്മളെ എന്നിട്ട് ഇവനെ പിടിച്ചല്ലേ പോലീസ് കയ്യോടെ പിടിക്കുന്നു. എന്തൊക്കെ പറയുന്നു. എന്താ കേളിനെ എങ്ങാണ്ട് പോയി മീറ്റ് ചെയ്യാൻ പറയുന്നേ. പാർക്കിലുണ്ടെന്നാ എന്താ പാർക്കിലേതോ ഹൗസിലുണ്ടെന്ന്. ഓക്കെ ഗൈസ് വഴി കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്നാലും പോയി നോക്കാം എന്ത് സംഭവം എന്നാണ് അറിയണ്ടേ. ഞാൻ ഒന്നും ചെയ്തില്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. കാരണം ഓക്കെ നമ്മൾ എസ്കേപ്പ് ആവാറായി. എന്തോ അവിടെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തോ കേളിനെ എങ്ങാണ്ട് പോയി കാണാൻ മീറ്റ് ചെയ്യാനാ പറഞ്ഞത്. ആരെങ്കിലും അവിടെ പോയി മീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ് വന്നു. എനിക്കൊന്ന് നമ്മൾ പോലീസിൻ്റെ എസ്കേപ്പ് ആവണമെന്ന് തോന്നുന്നു. ചാടിക്കോ എന്ത് നമ്മുടെ ബൈക്ക് കയറിക്കോ. നമ്മൾ കുടുങ്ങിയാ ഒക്കെ അത്രേ ഉള്ളു. ബൂസ്റ്റ് ഇട്ടിട്ടൊക്കെ നമ്മൾ പോകുന്നത്. പറക്കുന്ന കേസ് നമ്മൾ ഓക്കെ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. കപ്പല് ചാറ്റ കേസ് കപ്പല ചാറ്റ നമ്മളിനി അങ്ങ് വരെ എങ്ങനെ പോവും? എവിടെയായിരുന്നു? ബൂസ്റ്റ് ഇല്ലേ? ഒരു ബൂസ്റ്റ് ഇല്ല. അതുകൊണ്ട് ആ വീട്ടിൽ ഇനി ഓക്കെയാണോ? ഓ ഹേ ജാക്ക്. Okay. I have heard about you. The police is always talking about now. എന്തൊക്കെ പറഞ്ഞു? How do you all do something double and still manage to get away from the police? Sorry to send you to me hug. ഗൈസ് ഇവൻ പറഞ്ഞത് എന്തോ കാർ ഇതാ ഇവിടെ കൊണ്ടിടേ. പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലും കണ്ട് എന്തോ കാറുണ്ടെന്ന് കണ്ട. പാർക്ക് കാർ ഹിയർ. ഏത് കാറാണെങ്കിലും നമ്മൾ എടുത്തിട്ട് വരാം. പോലീസ് സ്റ്റേഷൻ ആദ്യം മാർക്ക് ചെയ്തിട്ട്
എന്തിയേടെ പോലീസ് സ്റ്റേഷൻ? നിങ്ങളെ വട്ടം കളിപ്പിക്കുന്നാടേ. എന്തിയ പോലീസ് സ്റ്റേഷൻ? ഇനി കുറച്ച് കേട്ടോ. പോലീസ് സ്റ്റേഷൻ ഇവിടെ. പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഇവിടെ കണ്ട പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. എന്തുവാ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യാൻ നോക്കാം. വേണ്ട, ഇങ്ങോട്ടാ. നമുക്കിനി അങ്ങോട്ട് വേണം അല്ലേ? നമുക്ക് ഒറ്റ ചാടിച്ച് കയറാം. ചാടിക്ക. അയ്യോ, എങ്ങനെ ഈ ഇതെങ്ങനെ? എന്തെങ്കിലും ആവട്ടെ. മാജിക്ക്, ഏറെ മാജിക്. ഓക്കെ, നമ്മള് പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിലെ ബാക്കിലെങ്ങാണ്ടാണ് കാറുണ്ടെന്ന് പറഞ്ഞത്. ഇനി പോലീസ് സ്റ്റേഷൻ്റെ എവിടെയാണോ എന്തോ. പോലീസിൻ്റെ കാറാണോ ആർക്കറിയാം. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ. കാറ്. നമുക്ക് പൈസ തന്നെ തന്നെ കിട്ടും. കാറൊക്കെ എടുത്തിട്ടുണ്ട്. കാർ എടുത്തിട്ട് നമ്മൾ ഇനി അങ്ങോട്ടല്ലേ പോകേണ്ടത്? സ്ഥലം എവിടെയായിരുന്നു? അതുകൊണ്ട് സൈഡിലായിട്ട് എഴുതിയിരിക്കുന്നത് റിങ് എ കാർ ദി പോലീസ് സ്റ്റേഷൻ. എവിടെയായിരുന്നു ഈ? നമുക്ക് എന്തായാലും ഒരു സെൽഫി എടുത്തിട്ട് പോവാ. ഫോണെടുത്തേ, ക്യാമറ. നമ്മളാണിത്. ഈ ക്യാമറയുടെ ഒന്ന് ഓക്കെ. നിങ്ങൾക്ക് അയച്ചു തരണോ ഞാൻ? ഇനിയിപ്പോൾ വേണ്ട. ഓക്കെ, നമ്മൾ കാറിൽ കയറാം. ഇനി ഇല്ല, അവൻ്റെ അടുത്തോട്ട് പോവാ. സ്പീഡിൽ പോ. എവിടുന്നായിരുന്നു നമ്മൾ വന്നത്? ഞാൻ മറന്നുപോയി എവിടെ വീടെന്ന്. ഓർമ്മ വന്നു എനിക്ക്. ഇത്ര സൗണ്ടൊക്കെ പോയാ? അയ്യോ, ഇത് പിന്നെ എവിടെയായിരുന്നു? ഇനി എവിടെയാ? ഇവിടെ എവിടെ ആയിരുന്നില്ലേ? ഫോണൊക്കെ അടിച്ചു നേരെ കണ്ടും വെക്കൂടെ. വീട്ടാണ്ട് ഇനി എന്തുവാ? ജാക്കെന്തിട്ട് വീണ്ടും പോയി സംസാരിക്കണം. താങ്ക്സ് ഫോർ ദി കാർ ദാറ്റ് വാസ് ഫാസ്റ്റ് ഡ്യൂഡ്. എന്തെങ്കിലും ആവട്ടെ. എന്തുവാ? നമ്മളിതിൽ പ്രോ ആയതുകൊണ്ട് ഇച്ചിരിയെങ്കിലും കൺട്രോൾ ചെയ്യുക. ഇച്ചിരി പാടാം. അമ്മേ,
ഇടയ്ക്ക് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താം. ഓക്കെ, നമ്മളെ സ്ഥലം എത്താറായി എന്നാണ് എൻ്റെ സംശയം. ഓക്കെ, സ്ഥലം എത്താറായി. സെക്കൻഡും തീരാറായി. പെട്ടെന്ന് പോ. നീ ഇവിടുന്ന് ലെഫ്റ്റ്, പെട്ടെന്ന്. ഓക്കെ, നമ്മളതങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഓക്കെ man, that was good. How did you do that? Well, here is the plan. While I was out trying to get rich out, I noticed that the jail is very dudent. എന്താ കൺട്രോൾ ഡ്യൂഡൻ എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. That can be hacked if I got the hacking tools to build that. I need a treating checking device which I have around the police station. എന്താ പറഞ്ഞു? എവിടെയാ? എന്തൊക്കെയാ കളക്ട് ചെയ്യണ്ടേ? എന്തെങ്കിലും ആട്ടെ ഗൈസ്. എങ്കിൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീടും കാണാം. അതെന്താ ഇത് തന്നെ ഡ്യൂട്ട്. നിങ്ങൾ പോയിട്ട് നാളെ വാ, ഒരു ഫോട്ടോ എടുക്കാം. ബൈ.